ബുദ്ധിപരമായി സ്നേഹിച്ച് വീഴിക്കുന്നവർ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. ഒരു വ്യക്തിയെ വീഴിക്കാൻ അവർ ആഗ്രഹിച്ചാൽ സ്നേഹത്തിന്റെ നിറകുടമായി വളരെ നന്നായി അവർ അഭിനയിക്കും. ഇത് അവരുടെ ഒരു കഴിവാണ്. അവരുടെ ഉള്ളിൽ ഉള്ള ഒരു സ്വഭാവവും പുറമേ കാണിക്കാതെ ബുദ്ധിപൂർവ്വം നന്മമരമായി സ്വയം നടിച്ച് അവർ ആഗ്രഹിക്കുന്നവരെ അവർ വീഴ്ച കളയും. അതിൽ മറ്റുള്ളവർ വീഴുകയും ചെയ്യും. അവർ ഉന്നം വെക്കുന്ന വ്യക്തികളെ വീഴിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അതായത് ഒരു വ്യക്തിയെ കണ്ട് അവർക്ക് വീഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഉന്നം വെച്ചുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം പിന്തുടർന്ന് നന്മമരമായി അഭിനയിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള യാതൊന്നും പുറമേ കാണിക്കാതെ വളരെ തന്ത്രപൂർവ്വം നിന്നുകൊണ്ട് അവരെ വീഴ്ചെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു രീതി. ഇതിൽ അവർ വിജയിക്കുകയും ചെയ്യും. മറ്റേ വ്യക്തി ഒന്നും അറിയാതെ ചെന്ന് പെടുകയും ചെയ്യും. ഇത് ബുദ്ധിപൂർവ്വം സ്നേഹിച്ച് വീഴിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവർ നല്ല ഒരു ശതമാനം ഇന്ന് ഇവിടെയുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാതെ മറ്റേ ആ വ്യക്തി ഇവരുടെ ഇരകളായി മാറുന്നു, അല്ലെങ്കിൽ ഇവർക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവസാനം ദുഃഖിക്കാൻ ഇടയെത്തിയിരുന്നു. ഇങ്ങനെ ദുഃഖിക്കുന്ന ഒരുപാട് പേർ ഉണ്ട്. ഇത് എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. 2. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതൽ കാണിക്കുന്നവരായിരിക്കും. ഇക്കൂട്ടർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതൽ കാണിക്കും. അത് ഏത് രീതിയിലും സഹായിക്കാൻ താല്പര്യം കാണിക്കും. ഒരു വ്യക്തിയെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ ഏത് രീതിയിലും സഹായിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടരായിരിക്കും ഇവർ. ഇത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കൂടുതലായി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ വീഴിക്കാൻ കഴിവുള്ളവരാണ്. അവരുടെ രീതി ഇതാണ്. ചിലർ പണപരമായി സഹായിക്കും. അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ കയ്യിലെ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. അവർ അതിൽ നിന്ന് പല കാര്യങ്ങളും ഉന്നം വെക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ പണപരമായി സഹായിക്കാൻ ആ വ്യക്തിക്ക് യാതൊരു മടിയുമില്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. ആ വ്യക്തി വിചാരിക്കും ഇതൊക്കെ തന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. പക്ഷേ അവർ സഹായിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടാനുള്ള, അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള ഒരു ട്രിക്കാണത്. അത് ഈ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് വളരെ തന്ത്രപൂർവ്വം അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നടത്തുന്ന ഒരു ഇടപെടലാണ്. ഈ വ്യക്തി കീഴ്പ്പെട്ടും പോകും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി അവർ സ്ഥലം വിട്ടിരിക്കും. സ്ഥലം വിട്ട് കഴിയുമ്പോൾ അവരെ കണി കാണാൻ കിട്ടത്തില്ല. പണപരമായ ഹെൽപ്പിംഗ് ഇല്ല, യാതൊരു വിധത്തിലുള്ള ഹെൽപ്പിംഗും ഇല്ല, യാതൊന്നുമില്ല. അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാണിച്ച് പണപരമായി സഹായിച്ചുകൊണ്ട് അങ്ങനെ ഏത് രീതിയിലും സഹായിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. 3. ഒരിക്കലും നെഗറ്റീവ് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. ഇത് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്വഭാവമാണ്. ബുദ്ധിപൂർവ്വം നീങ്ങുന്ന വ്യക്തികളുടെ ഒരു സ്വഭാവമാണ്. അവർ ഉന്നം വെക്കുന്ന വ്യക്തികളെ, അവർ സ്നേഹിക്കുന്ന വ്യക്തികളെ ഒരിക്കലും നെഗറ്റീവ് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഇല്ല. കാരണം യഥാർത്ഥ സ്നേഹമുള്ളവർ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. നെഗറ്റീവ് വശങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, മാറ്റിയെടുക്കാൻ വേണ്ടി, പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടി, ഇവരുടെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി, നടത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ പല അവസ്ഥകളും മാറ്റിയെടുക്കാൻ നോക്കും. എന്നാൽ ബുദ്ധിപൂർവ്വം വീഴിക്കാൻ നടക്കുന്ന വ്യക്തികൾ ഒരിക്കലും തങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അവരുടെ നെഗറ്റീവ് വശങ്ങൾ നോക്കേണ്ട ആവശ്യം ഇവർക്കില്ല. ഇവരുടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഈ കൂട്ടർ സ്നേഹിക്കുന്ന വ്യക്തിയോട് അവരുടെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞ് എപ്പോഴും സുഖിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് അവരുടെ ഒരു രീതിയാണ്. അതിൽ ആ വ്യക്തി മയങ്ങുകയും ചെയ്യും. ഇത് അവരുടെ ഒരു ട്രിക്കാണ്. സ്നേഹിച്ച് വീഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ട്രിക്കാണ്. ഇതുപോലെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ള ഒരു തോന്നലുണ്ടായി അവർ പെട്ടെന്ന് ഇവർക്ക് മുന്നിൽ കീഴ്പ്പെടാൻ, ഇവർക്ക് മുന്നിൽ വീഴാൻ ഇടയെത്തിയിരുന്നു. ഇവരുടെ അഭിനയം കണ്ട് അത് നല്ല സ്നേഹമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ബുദ്ധിപരമായി സ്നേഹിച്ച് വീഴിക്കുന്ന ഒരു വ്യക്തിക്കും യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടായിട്ടല്ല ഇങ്ങനെ വീഴിക്കുന്നത്. അവർ അവരുടെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഉപാധിയായി മാത്രമാണ് ഇങ്ങനെയുള്ള സ്നേഹങ്ങളെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവർ ബുദ്ധിപരമായി വീഴിക്കാൻ ശ്രമിക്കും. എങ്കിലും അത് അതിൻ്റെ ഒരു റിയൽ വശത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടുതൽ അഭിനയങ്ങൾ അവർ എടുക്കില്ല. കാരണം അഭിനയമല്ല അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അതിൽ ചിലപ്പോൾ ഇണക്കങ്ങളൊക്കെ സംഭവിക്കും. ചിലപ്പോൾ പല രീതിയിലുള്ള വ്യതിയാനങ്ങളും സംഭവിക്കും. പക്ഷേ ബുദ്ധിപരമായി സ്നേഹിച്ച് വീഴിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും യാതൊരു വിധത്തിലുള്ള വ്യതിയാനങ്ങൾക്കോ, യാതൊരു വിധത്തിലുള്ള വിമർശനങ്ങൾക്കോ, യാതൊരു വിധത്തിലുള്ള നെഗറ്റീവുകൾക്കോ യാതൊന്നും ഇട കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് ഇളക്കാൻ അല്ലെങ്കിൽ അകറ്റാൻ ഒരിക്കലും ഇട കൊടുക്കില്ല. കാരണം ഈ വ്യക്തിക്ക് നിശ്ചിത സമയം ഈ വ്യക്തി കണ്ടിട്ടുണ്ട്. ആ സമയം വരെ ആ വ്യക്തിയുടെ കൂടെ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്തി പോകാൻ ഇദ്ദേഹത്തിന് അറിയാം. അതാണ് എൻ്റെ രീതി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ 3 ലക്ഷണങ്ങളാണ് ബുദ്ധിപരമായി സ്നേഹിച്ച് വീഴിക്കുന്നവർ ചെയ്യുന്നത്.
ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക, ചതിയിലും മറ്റും ചെന്നപ്പെടാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.